ഇഗോർ ഷിമാച്ചു പോയാൽ ഇന്ത്യക്ക് ഒരു ഇന്ത്യൻ പരിശീലകൻ എന്ന് പറയുന്ന ചില വാർത്തകൾ വന്നു. അപ്പോൾ അതിനെതിരെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും സക്സസ് കണ്ടെത്തിയിട്ടുള്ള പരിശീലകൻ എന്ന് പറഞ്ഞാൽ എസ് എ റഹീം എന്ന് പറയുന്നൊരു വ്യക്തിത്വമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവരും ഈ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മൈതാനം എന്ന് പറയുന്നൊരു സിനിമ കാണാനിടയായി. വളരെ ലേറ്റായി പോയി എന്നുള്ളതാണ് ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത്. നിങ്ങളൊരു ഫുട്ബോൾ ഫാനാണെങ്കിൽ, ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫാനാണെങ്കിൽ പ്രത്യേകിച്ച് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് മൈതാൻ എന്ന് ഞാൻ നിസ്സംശയം പറയും. അതുപോലെ എസ് എ റഹീം എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തോട് വല്ലാത്തൊരു ആരാധന തോന്നിപ്പോയി. അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ ആയതിൽ ഒരുപാടൊരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു ആ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു മൊമെൻറ്റ് ഒരു ഫുട്ബോൾ മത്സരം കാണുന്നൊരു സമയത്ത് ആ ഒരു ഫീൽ എൻ്റെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനത്തെ ഒരു ഫീൽ നൽകിയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിന് ഒന്നും പറ്റിയല്ല പറയുന്നത്. ആ ഒരു സിനിമയിലെ ഒരു കണ്ടൻറ് ആൻഡ് ഒരു ഇമോഷണൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഫുട്ബോൾ ഏറ്റവും ചരിത്രത്തിൽ ഒരു മികച്ച പരിശീലകനാണ് അദ്ദേഹം എന്ന് പറയാൻ കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒളിമ്പിക്സിൽ നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, മെൽബൺ ഒളിമ്പിക്സിൽ. അതുപോലെ 2 ഏഷ്യൻ ഗെയിംസ് മെഡൽസ്, അത് ഗോൾഡ് മെഡൽസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1962 ഏഷ്യൻ ഗെയിംസിൽ ഇന്തോനേഷ്യയിൽ നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡൽ കിട്ടുന്നുണ്ട്. ആ ഒരു എത്രത്തോളം ഒരു സങ്കീർണമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവർ പോയി ആ ഒരു സ്വർണം നേടി എന്നുള്ളതാണ്. ഇന്ത്യ ആദ്യം അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് മെഡൽ സാധ്യതയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇന്ത്യ ടീമിലെ താരങ്ങളെയൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് കുറച്ച് താരങ്ങളുമായിട്ട് പോകുന്നു. അതിൽ പരിക്ക് പറ്റിയിട്ടും ചില താരങ്ങൾക്ക് കളിക്കേണ്ട സാഹചര്യം വരുന്നു. അതുപോലെ കോച്ചിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പരിക്ക് വെച്ചിട്ട് താരങ്ങൾ കളിക്കുന്നു. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഞാൻ എപ്പോഴും നമ്മുടെ നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന സമയത്ത് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറയുമല്ലോ. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സിനെയൊക്കെ ഇരുത്തി കാണിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് നാഷണൽ ടീമിൽ കളിക്കുന്ന അവരുടെ ഒരു ജീവൻ കൊടുത്തും നേഷൻ്റെ ഒരു പ്രൗഡ് ഉയർത്താനായിട്ട് കളിക്കുമെന്നുള്ളൊരു ലെവലിലായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടീമിനെ ഒരു ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ, അല്ലെങ്കിൽ ഒരു പ്ലേ ഓഫ് സ്റ്റൈൽ വെച്ചിട്ട് ഏഷ്യൻ ബ്രസീൽ എന്ന് വരെ ഒരു വിളിപ്പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അങ്ങനെ ഒരു നല്ല കാലം ഇന്ത്യക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. എന്താണെങ്കിലും ഞാൻ മൈതാനം കണ്ടതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുകയും ചെയ്തതാണ്. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന് ആവശ്യം ഇന്ത്യൻ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസിനെ മനസ്സിലാക്കുന്ന ഒരു കോച്ചാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതൊരു ഇന്ത്യൻ ആണെങ്കിലും ഫോറിൻ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ കോച്ചിനെയാണ്. ഇപ്പം ഇഗോർ ഷിമാച്ചിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളി പലപ്പോഴും ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതി പ്ലേയേഴ്സ്, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഒരു ഡ്രോബാക്സ് എന്താണ് എന്നൊക്കെയുള്ളത് അറിയാം. അതനുസരിച്ച് വേണം പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പം അതിൽ പലപ്പോഴും പുള്ളി ഫെയിലിയർ ആകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പുള്ളി എപ്പോഴും ക്യാമ്പ് വേണം. എന്താണെങ്കിലും ഏതൊരു രാജ്യത്തിനും അല്ലെങ്കിൽ ഏതൊരു ക്വാളിഫയേഴ്സ് വരുമ്പോഴത്തേക്കും 1 മാസം എല്ലാത്തിനും ക്യാമ്പ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നാൾ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഒരു പക്ഷേ ഇന്ത്യൻ കോച്ച് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ മൈതാൻ സിനിമ കണ്ടതോടുകൂടി തന്നെ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരം അത് പാസ് ചെയ്യാനും ഒക്കെ ഒരു നല്ലത് ഒരു ഇന്ത്യൻ കോച്ചാണെന്ന് എനിക്കപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ സ്റ്റീമാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആയിരുന്നു കോൺസ്റ്റന്റൈൻ എന്ന് എനിക്കിപ്പോൾ തോന്നിയാണ്. പണ്ട് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാണ്ട് കളിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ബിഗ് കൺട്രീസ് ഇപ്പം ചൈന അല്ലെങ്കിൽ UAE, തായ്ലൻഡ് പോലെയുള്ള ടീമുകൾ, പ്രത്യേകിച്ച് UAE തായ്ലൻഡിനോടൊക്കെ നമ്മൾ ഏഷ്യൻ കപ്പിൽ കളിച്ചിട്ടുള്ളൊരു കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയായിരുന്നു. സോ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇടുന്ന പ്ലേയേഴ്സിനെയാണ് ഉറപ്പായിട്ടും ആവശ്യം. അവരെ നമുക്ക് ഇപ്പം പറഞ്ഞാൽ അവർ അട്രാക്റ്റീവ് ഫുട്ബോളൊന്നും അല്ലാണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കിയ എന്താണെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് പ്രധാനം. അപ്പം അതുണ്ടാക്കാൻ കഴിയുന്ന ഒരു കോച്ചിനെയാണ് ഉറപ്പായിട്ടും നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഇഗോർ ഷിമാച്ചിൻ്റെ പരിപാടികളൊന്നും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള
ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഇപ്പം ഒരു മാൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നഗൽസ്മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജർമ്മനിയുടെ പരിശീലകനാണ്. അദ്ദേഹം ഇപ്പം ജർമ്മൻ ഫുട്ബോളിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടാക്ടിക്സിനേക്കാൾ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് മാൻ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത്. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോച്ചസ് വരണം. ഇപ്പം കോച്ചസിൻ്റെ പേര് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ കോച്ചസ് എന്ന നിലയിൽ ഖാലിദ് ജമീൽ അല്ലെങ്കിൽ റെനഡി സിംഗ്, മഹേഷ് കാവലി എന്നിവരുടെയൊക്കെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. യോഗ്യനാരാണെന്ന് ചോദിച്ചാൽ ഫോമി ഞാൻ പറയും ഖാലിദ് ജമീലാണ് എന്നുള്ളത്. കാരണം അദ്ദേഹം എന്താ പറയുക, ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അടിപൊളിയാണ്, മാൻ മാനേജ്മെൻറ്റ് അടിപൊളിയാണ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പലർക്കും ചിലപ്പം പറഞ്ഞേക്കാം ഇതിപ്പം ISL മറ്റ് അനുയോജ്യരായിട്ടുള്ള കോച്ചസ് ഇല്ലേ എന്നുള്ളത് ഇന്ത്യ പ്ലേയേഴ്സിനെ അറിയുന്നത്. അവരെ പോലും അവരുടെ ടാക്ടിക്സിനെ പോലും ഔട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഖാലിദ് ജമീൽ, അതും കുറഞ്ഞ റിസോഴ്സ് വെച്ച്. ഇപ്പം അദ്ദേഹം മുമ്പ് ലീഗിലെ മുംബൈ FC ആയിരുന്നപ്പോഴും അല്ലെങ്കിൽ ഐസ്വാൾ പിന്നീട് കിരീടം ഉയർത്തിയ ടീമാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിനോടൊപ്പം അവരെ ചരിത്രത്തിൽ പ്ലേ ഓഫിൽ എത്തിക്കുന്നൊരു സാഹചര്യം, അതായത് പിന്നിൽ നിന്നിട്ട് ഒരു അൺബീറ്റ് റണ്ണൊക്കെ നടത്തിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം ജംഷഡ്പൂരിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറുള്ള ഒരു ജേർണിയൊക്കെ നമ്മൾ കണ്ടാണ്. അതായത് കുറഞ്ഞ റിസോഴ്സ് വെച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു കോച്ചാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനോടൊപ്പം തന്നെ നമുക്ക് റെനഡി സിംഗിനെ പോലെയുള്ള അദ്ദേഹവും നല്ലൊരു ടാക്ടീഷ്യനാണ്, നമുക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മഹേഷ് കാവലിയും ഉണ്ട്. അദ്ദേഹത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ Under-23 ലെവലിൽ ഇപ്പോൾ അദ്ദേഹം കുറേ നാളായിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അദ്ദേഹത്തെ സീനിയർ ടീമിലോട്ട് പരിഗണിക്കുന്നത് എനിക്കറിയത്തില്ല. ആദ്യം Under-23 ഒന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ഇന്ത്യൻ കോച്ചസിനെയും കൂടി പ്രൊമോട്ട് ചെയ്യുന്നൊരു രീതി ഉറപ്പായിട്ട് നല്ലതാണ്. അത് ചുമ്മാ ഒരു കോട്ട കൊടുക്കണമെന്നല്ല. അവർ ഉറപ്പായിട്ടും ഖാലിദ് ജമീലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആണ്. പിന്നെ ഖാലിദ് ജമീൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സക്സസ് ആണോന്നില്ല, പക്ഷേ സക്സസ് ആയില്ല, ഒരു തീരുമാനം തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെയല്ല, കുറച്ച് കഴിഞ്ഞിട്ടും ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാറ്റുക എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താം. അല്ലാണ്ട് വീണ്ടും ഇങ്ങനത്തെ ഒരു ടൈം കൊടുക്കുന്നൊരു അത് മടുത്ത് ഇപ്പോൾ ഈസ്റ്റ് മാച്ചിൻ്റെ കാര്യം. അപ്പം അതായത് പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് പ്രൂവ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം അതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ആഗ്രഹം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കമ്പോസ് ചെയ്ത ശരി.